ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ഗോവ വരെ പോയതിൻ്റെ വിശേഷങ്ങളാണ്. ഇത് സൗത്ത് ഗോവയിലാണ് ഇപ്രാവശ്യം പോയത്. ഞങ്ങൾ സാധാരണ എപ്പോഴും നോർത്തിലാണ് പോകാറുള്ളത്. ഈ പ്രാവശ്യം സൗത്തിലാണ് ട്രൈ ചെയ്തത്. പക്ഷേ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നോർത്തിനെക്കാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത് സൗത്താണ്. സൗത്തിൽ ഭയങ്കര പീസാണ്, വലിയ തിക്കും തിരക്കും ഒന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. നമുക്ക് എന്താ പറയണ്ടേ, സമാധാനത്തോടെ സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അറിയാലോ, മറ്റേ സൈഡിലോട്ട് പോയാൽ ഗോവയുടെ ഭയങ്കര റഷായിരിക്കും. ഭയങ്കര ഇപ്പോൾ ബീച്ചിൽ തന്നെ പോയിട്ടുണ്ടെങ്കിലും ഫുൾ ആൾക്കാരും ബഹളവും അങ്ങനെ ഇരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര എന്താ പറയണ്ടേ, അടിപൊളിയാണ്. ഒട്ടും ആൾക്കാരൊന്നുമില്ല, ഭയങ്കര പീസാണ്. അവിടെ ചെന്നിട്ടുണ്ട് ചുമ്മാ അവിടെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പം ഞങ്ങൾ രാവിലെ എത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ റൂം ബുക്ക് ചെയ്തെടുത്ത് വന്നു. അപ്പോൾ റൂം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് പിള്ളേർ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങൾ റൂമിൽ വന്നു. ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അയ്യോ, ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള നമ്മുടെ ട്രാവലിംഗ് പാർട്ട്നേഴ്സ് സൂര്യയും ഭേദയും പിള്ളേരും ഉണ്ട്. അങ്ങനെ നിങ്ങൾ റൂമൊക്കെ കിട്ടി, റൂമിലെല്ലാം സാധനമൊക്കെ വെച്ച് റെഡിയാകുമായിരുന്നു. അപ്പോൾ ഇതാണ് റൂം. റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു നോർമൽ റൂം, എല്ലാ സൗകര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, ഇത്ര ഉള്ളൂ. അങ്ങനെ വലിയ അടിപൊളി എന്നൊന്നും പറയാനില്ല, ഓക്കെ റൂമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും ഒക്കെ കാര്യങ്ങളാണ്. വ്യൂ വേറെ ലെവൽ. കാരണം നമ്മൾ എവിടെയും പോകുമൊന്നും വേണ്ട, സൺസെറ്റും സൺറൈസൊക്കെ റൂമിനകത്ത് തന്നെ ഇരുന്ന് കാണാം. അത്ര അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. അവർക്കൊക്കെ സ്വർഗം കിട്ടിയ കളിയാണ്. ബാംഗ്ലൂരാണ്, സ്കൂളിലെല്ലാം പോയി ചുമ്മാ ഫ്ലാറ്റിലൊക്കെ ഇരുന്ന് ബോറടിച്ചിരിക്കുന്ന കുട്ടികൾ. അപ്പം പുറത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എവിടെയെങ്കിലും പോയാൽ മതി എല്ലാത്തിനും. അങ്ങനെ ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. സൺസെറ്റൊക്കെ വേറെ ലെവലായിരുന്നു. എനിക്ക് ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. Amazing. ഈവനിങ് ആകും തോറും, ഒരു സൺസെറ്റ് ആകും തോറും അവിടുത്തെ ഒരു ഭംഗി കൂടി വരുമായിരുന്നു. അടിപൊളിയായിരുന്നു. കാരണം എവിടെയും പോകുമൊന്നും വേണ്ടല്ലോ, അവിടെ ബാൽക്കണി പോലത്തെ സ്ഥലത്ത് ഇരുന്ന് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇല ഓടുന്നു, ചാടുന്നു, മറിയുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു. കണ്ടോ, മിന്നൂസിനെയൊക്കെ കണ്ടോ, എൻ്റെ മോളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൾക്കൊക്കെ ഉറക്കം പോലും ഇല്ലായിരുന്നു, ഉറക്കം പോലും ഇല്ല. സാധാരണ ഉറങ്ങേണ്ട സമയമൊക്കെ ഇത് ഉറക്കം പോലും ഇല്ലാതെ എൻജോയ് ചെയ്യുന്നു. കണ്ടോ, സൺസെറ്റൊക്കെ കാണുന്നു, കണ്ടോ, എന്ത് രസമുണ്ട് നോക്കി. സത്യം പറഞ്ഞ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നു. ഇതൊരു ഈവനിങ് നൈറ്റ് ആകുന്ന ടൈമിലെടുത്തൊരു ഫോട്ടോ കേട്ടോ. അടിപൊളി വൈബായിരുന്നു. കണ്ടോ, ആകാശമൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴേക്കും അവിടുത്തെ ഒരു വൈബ് തന്നെ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ വേറൊരു മൂഡായിപ്പോയി. എനിക്കെന്തോ രാത്രി ഇങ്ങനെ കടൽ കുറച്ചൊക്കെ നോക്കിയിരിക്കും പേടിയാകും. നിങ്ങൾക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ആരോ മറ്റേ ദിയ പോലത്തെ വലിയ ഇങ്ങനെ എന്താ പറയുക, ദീപം കത്തിച്ചിങ്ങനെ പറത്തി വിടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആരോ ഇങ്ങനെ പറത്തി വിടുന്നത്, ഇങ്ങനെ കുറേ പേര് അവിടെ നിന്ന് ഇങ്ങനെ പറത്തി വിടുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ രാത്രിയിൽ.
ഇത് രാവിലെയുള്ള വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ബീച്ചിൽ കളിക്കാൻ വന്നതാണ്. പിള്ളേർ വരുന്നതേ ബീച്ചിൽ കളിക്കാൻ വേണ്ടിയാണല്ലോ. ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബീച്ചൊക്കെ ഭയങ്കര ഫ്രീ ആയിരിക്കും. നമുക്ക് എത്ര വേണേലും അവിടെ നിന്ന് കളിക്കാം. അങ്ങനെ ഒരു റഷോ ആൾക്കാരോ ബഹളോ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടോ, പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വെള്ളത്തിൽ കളിക്കുന്നു പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബീച്ച് സൈഡിലോട്ട്. കാരണം കുട്ടികൾക്ക് അതാണ് ഇഷ്ടം കൂടുതൽ. ഞങ്ങൾ എങ്ങനെ പോയാലും ബീച്ച് സൈഡിലോട്ടാണ് ലാസ്റ്റ് വരുന്നത് ട്രിപ്പിനൊക്കെ. കണ്ടോ, മിന്നൂസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ മോൾക്ക് രാവിലെ എണീറ്റ് വന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അവളും അങ്ങ് ഓക്കെ ആയി. അവൾക്കും വെള്ളത്തിൽ നിന്ന് പിന്നെ അവളെ ആയിരുന്നു കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കി പിള്ളേരെ എല്ലാം എങ്ങനെയും വിളിച്ച് വരും. അവളാണ് പിന്നെ വരാൻ അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളെയും കൊണ്ടായിരുന്നു. ഓ നിങ്ങൾ കാണുന്നുണ്ടോ, ബീച്ചിലൊന്നും അങ്ങനെ ആൾക്കാരേ ഇല്ല. നമുക്കെന്തോ പ്രൈവറ്റ് ബീച്ചൊക്കെ പോലെ തോന്നും. അത്ര ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. കാരണം ഒത്തിരി ആളും ബഹളമൊക്കെയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അല്ലേ. പിന്നെ ഞങ്ങൾ ബീച്ചിൽ നിന്നെല്ലാം വന്നു, റെഡിയായി. ഈവനിങ് ഒരു ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അവിടെ ഒരു ഐലൻഡ് പോലെ സ്ഥലമുണ്ട്, ബട്ടർഫ്ലൈ ഐലൻഡ് അങ്ങനെ കണ്ട പേരെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വിഷ്വൽസൊക്കെയാണിത്. അത് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എപ്പോഴും ചെന്നിട്ടുണ്ട് എന്തായാലും ബോട്ടിങ് പറഞ്ഞ പൊളിയായിരുന്നു. അയ്യോ അടിപൊളി, എനിക്കത് പറയാൻ എനിക്ക് വാക്കുകളില്ല. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അതും ഒരു സൺസെറ്റ് ടൈമിലാണ്, അത് ഈവനിങ് ടൈമിലാണ് നമ്മൾ പോയത്. ഓ അടിപൊളിയായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഐലൻഡിലെത്തി. അവിടെ നിന്നുള്ള ഫോട്ടോസാണിത്. അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് മുന്നേ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണിത്. അപ്പം ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നേരത്തെ നിന്ന് റൂമൊക്കെ മാറി കേട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തേക്ക് എടുത്തു. അപ്പോൾ ഈ കാണുന്ന റൂമാണ് ഞങ്ങൾ പിന്നെ വന്നത്.
അത് അടിപൊളി റൂമായിരുന്നു കേട്ടോ. റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ എടുത്ത റൂമിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു കിട്ടിയത്. അപ്പോൾ അവിടെ റൂംസൊക്കെ മറ്റേതിനെക്കാട്ടും അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ലേറ്റായിട്ട് റൂം ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സീ വ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് ഒരു 2 അടി നടന്ന ഇത് അതുപോലെ തന്നെ ബീച്ചൊക്കെ തന്നെയാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഷാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നെക്സ്റ്റ് ഡേയിൽ ഉള്ള വീഡിയോ ആണ്. ഞങ്ങളവിടെ 3 days ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇച്ചിരി ഒന്ന് പോയിട്ടുണ്ട്. അവിടെ ബീച്ച് തന്നെയാണ്, അവിടെ തന്നെയാണ് റൂമും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് വ്യൂ ഉള്ള റൂം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളവിടെ ഷാക്കിലിരുന്ന് ഭക്ഷണം കഴിക്കലും അവിടെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു അവിടുന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് മിന്നൂസ് കിടന്നുറങ്ങാം നല്ല സുഖത്തിന്. കാരണം അതിലൂടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളവിടെ വ്യൂ എല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് അടിക്കലും റെസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞങ്ങൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈവനിങ് ആകുമ്പോൾ നമുക്ക് പോകണം. തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ്. മിന്നൂസൊക്കെ നല്ല ഉറക്കമാണ്. നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു ടൈമാണ്. ഉച്ചയ്ക്ക് നല്ല ഉറക്കം വരുന്ന സമയം. എനിക്കും ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിയില്ല. പിള്ളേരെല്ലാം ഇങ്ങനെ ഉറങ്ങണോ വേണ്ടോ എന്നുള്ള ഇതില്ല. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. പിന്നെ മിന്നൂസങ്ങ് ഉറങ്ങിപ്പോയി. ഭയങ്കര ഒരു രസമാട്ടോ ഇങ്ങനെ ഇരുന്ന് അവിടെ എൻജോയ് ചെയ്യാൻ. ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ കുറച്ച് റാൻഡം ഫോട്ടോസൊക്കെ ഇട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 8:30 എങ്ങാണ്ടായിരുന്നു ബസ് അവിടുന്ന് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റെഡിയൊക്കെ ആയി ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഗോവയിൽ പോയ വിശേഷങ്ങൾ മൊത്തത്തിലൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.